കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നാണ് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നത്. ശ്യാം, ആഘോഷത്തിന്റെ രാവാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, പ്രത്യേക കർമ്മങ്ങൾ. എവിടെയാണ് നിൽക്കുന്നത്? കാഴ്ചകൾ എന്താണ് ശ്യാംകുമാർ? എങ്ങും ദൈവപുത്രന്റെ ആ പിറവിയുടെ സന്തോഷവും സമാധാനവും പങ്കുവെക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നമ്മളിപ്പോൾ ഉള്ളതും അത്തരമൊരു കാഴ്ചയ്ക്ക് നടുവിലാണ്. സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലാണ് നമ്മളുള്ളത്. അവിടെ പാതിരാ കുർബാനയിൽ പങ്കുകൊള്ളാനും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാനും ഒക്കെ വിശ്വാസികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിക്കകത്ത് ദേവാലയത്തിൽ അൾത്താരയ്ക്ക് മുന്നിൽ കരോൾ ഗാനങ്ങളുടെ അവതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും നിരവധി പേർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 11:30 കൂടിയിട്ടാകും ഇവിടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ആർച്ച് ബിഷപ്പാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെ, വിശ്വാസികളുടെ ഒരു കൂട്ടം തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. വരാപ്പുഴ അതിരൂപതയുടെ മെത്രാൻ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ഈ ചടങ്ങുകൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്നത്. ലോകത്ത് നടന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്രിസ്മസ് എന്നുള്ള സന്ദേശം കൂടി നൽകുന്നു. ദൈവപുത്രന്റെ മനുഷ്യജന്മം, മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്താനുള്ള ആ ഒരു ജന്മം, ഏതായാലും ആ സന്ദേശമൊക്കെ നൽകിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് വരികയാണ്. ആ ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ തന്നെയാണ് എല്ലാവരും. അതോടൊപ്പം തന്നെ തിരുപ്പിറവിയുടെ ആ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള കർമ്മങ്ങളും ദേവാലയങ്ങളിലൊക്കെ നടക്കുന്നു. അത്തരത്തിലുള്ള ഒരു ചടങ്ങിലാണ് നമ്മളും ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നടക്കുന്ന ഈ കരോൾ ആഘോഷങ്ങൾ, കരോൾ ഗാനങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. ആ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആർച്ച് ബിഷപ്പ്, വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ്. അങ്ങനെ നിരവധി പേർ ഇപ്പോൾ തന്നെ ദേവാലയത്തിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ആളുകൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി എത്തും. പാതിരാ കുർബാനയ്ക്ക് ശേഷം, പാതിരാ കുർബാനയുടെ ഒരു മധ്യത്തിലാകും യേശുവിൻ്റെ പിറവിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പുൽക്കൂട്ടിലേക്ക് അദ്ദേഹത്തിന്റെ തിരുരൂപം സ്ഥാപിക്കുക. അതിനുൾപ്പെടെ വിശ്വാസികൾ എത്തും. തുടർന്ന് പരസ്പരം സ്നേഹവും സമാധാനവും ആശ്ലേഷിച്ചുകൊണ്ട് വിശ്വാസികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. അതോടുകൂടി ക്രിസ്മസ് ആഘോഷങ്ങൾ വീടുകളിലേക്കും നയിക്കപ്പെടുകയില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയും ലോകത്തിന്റെ എല്ലാ ഭാഗവും. ഇപ്പോൾ ആ ക്രിസ്മസ് ആഘോഷം, ആ തിരുപ്പിറവിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള വലിയ ആഘോഷ ചടങ്ങുകളാണ് കൊച്ചിയുടെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പാതിരാ കുർബാനയ്ക്കായി ദേവാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകിയത് സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിന്നാണ്. അവിടേക്ക് വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുന്നു. പ്രാർത്ഥനയോടുകൂടി വിശ്വാസികൾ ആ ആഘോഷത്തിന് പൊലിമ നൽകുന്നു.